നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾ ബ്രില്യന്റ് ആയിട്ട് സോൾവ് ചെയ്തതാണല്ലോ. പിന്നെന്തിനാ മാം നമ്മളെ കാണാൻ വിളിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? എന്തോ പ്രശ്നമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആരവിന്റെ കാര്യം വല്ലതും മാം അറിഞ്ഞു കാണുമോ? അതാരറിയിക്കാനാ? പിന്നെന്തിനാ നമ്മളെ വിളിക്കുന്നേ? നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. സംഗതി എന്താന്ന് ഞാൻ പറയാം. ഹൗസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കിരണിന് പുതിയ ചുമതലകൾ കൊടുക്കാനായിരിക്കാം റീന മാം വിളിപ്പിക്കുന്നേ. ഇന്നത്തെ സംഭവത്തോടെ മാമിന് നമ്മളോടൊരു പ്രത്യേക സ്നേഹമില്ലേ? മാഡത്തിന്റെ ശബ്ദത്തിലൊരു സ്നേഹം കണ്ടില്ല. കുറച്ച് ദേഷ്യത്തിലാ സംസാരിച്ചത്. അപ്പൊ ഉറപ്പായി എന്തോ കുത്തിത്തിരിപ്പ് നടന്നിട്ടുണ്ട്. പ്രശ്നമായല്ലോ. കിരൺ, നാളെ രാവിലെ കാണാന്ന് നീ മാമിനോടൊന്ന് വിളിച്ചു പറ. അയ്യോ, നീ വിളിച്ചു പറ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇപ്പൊ തന്നെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നെ. ഇപ്പൊ തന്നെ കാണാം, അതാ നല്ലത്. നാളത്തേക്ക് മാറ്റിയ ഇന്ന് ഉറങ്ങാൻ പറ്റൂല. ഒന്ന് വേഗം വാ. വേഗം ചെന്നിട്ട് എന്തിനാ? മാമിന്റെ വാലിരുന്ന് കേൾക്കാനല്ലേ. ഇപ്പൊ തന്നെ നമ്മളെ വിളിക്കുന്നതേ എന്തോ കുഴപ്പത്തിനാ. ഇതെന്തിനാ രാത്രിയില് നമ്മളിങ്ങനെ വിളിക്കുന്നത്? എന്ത് മര്യാദ കേടാ. എന്റെ പിള്ളേരെ ഒന്ന് മിണ്ടാതിരിക്കോ? വാ നോക്കാം. ഹായ് മാം. മാം സീരിയസ് ആണെന്ന് തോന്നുന്നു. അതെ, നേരത്തെ കണ്ട ഭാവമേ ഇല്ല. എന്തിനാ മാം ഞങ്ങളോട് വരാൻ പറഞ്ഞത്? നിങ്ങൾ പുറത്തുപോയി വന്നപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ല. മാം, നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ? ശരിയാണ്. എന്നാലും വൃന്ദയുടെ സ്കൂട്ടറിന്റെ കാര്യത്തിൽ സംശയം തീർന്നിട്ടില്ല. വൃന്ദയുടെ സ്കൂട്ടറിന് എന്ത് സംഭവിച്ചു എന്നാ നിങ്ങൾ പറഞ്ഞത്? സ്കൂട്ടറിന് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാം? നിങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങോട്ടത് ക്ലിയർ ആയില്ല. ശരിക്കും നമ്മൾ എന്താണ് പറഞ്ഞത്? ഞാൻ മറന്നുപോയി. നീ ഇപ്പൊ വാതോർക്കല്ലേ, മിണ്ടാതിരിക്കും. അല്ല, വൃന്ദയുടെ സ്കൂട്ടർ എവിടെയാണെന്നാ പറഞ്ഞത്? സ്കൂട്ടർ കേടായി 2 വീലർ ഷോപ്പിലാ മാം. അതിന്റെ സ്പെയർ വാങ്ങാൻ ഞങ്ങള് കൊറേ യാത്ര ചെയ്തോണ്ടല്ലേ ഇവിടെ വരെ ലേറ്റ് ആയത്. ഓ, സ്കൂട്ടർ ഇപ്പോഴും 2 വീലർ ഷോപ്പിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പാറ പോലെ ഉറപ്പാണ് മാം. ഓ, അതെ മാം, സ്കൂട്ടർ 2 വീലർ ഷോപ്പിൽ തന്നെയാ. 3-4 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഓ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ വണ്ടിയിൽ തന്നെയാണോ വന്നത്? അതെ. എന്താ മാം പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വാ. കം. ഈ ഗബ്രിയൽ സാർ ഇതുവരെ പോയില്ലേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. മാം, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ സ്കൂട്ടർ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്റെ സ്കൂട്ടർ എങ്ങനെ ഇവിടെ വന്നു? വൃന്ദയുടെ സ്കൂട്ടർ. ഇതെങ്ങനെ ഇവിടെ എത്തി? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ സ്കൂട്ടർ കേടായി വർക്ക്ഷോപ്പിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, വർക്ക്ഷോപ്പിലായിരുന്നു. പിന്നെ ഈ സ്കൂട്ടർ എങ്ങനെ ഇവിടെ വന്നു? ഇതിന്റെ കീയും ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതെ, ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് പിടികിട്ടുന്നില്ലല്ലോ. ഇതിനെന്തെങ്കിലും മാതൃക ശക്തിയുണ്ടോ പറന്നു വരാൻ? നീ അബദ്ധമൊന്നും പറയാതെ മിണ്ടാതിരിക്കും. എന്നാലും ഇത് കൺഫ്യൂഷൻ ആയല്ലോ. ഇതെന്താ മരമായം? ഇത് വൃന്ദയുടെ സ്കൂട്ടർ തന്നെയാണോ? ആ നമ്പർ നോക്കിയിട്ട് പറഞ്ഞേ. അതെ സർ, ഇത് എന്റെ സ്കൂട്ടർ തന്നെയാ. ഇതാരിവിടെ കൊണ്ടുവച്ചു? ഈ സ്കൂട്ടർ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന്
നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഇപ്പഴാ മാം ഓർമ്മ വന്നത്. ഞങ്ങളെ റോസ്മേരി ഹോസ്റ്റലിലെ പിള്ളേരാണെന്ന് ഞങ്ങൾ മെക്കാനിക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ 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 പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴാ അത് ഓർത്തത്. മെക്കാനിക്ക് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയതായിരിക്കും, അത്രേ ഉള്ളൂ. 3-4 ദിവസം കഴിഞ്ഞ വണ്ടി കിട്ടൂന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ മെക്കാനിക്ക് പറഞ്ഞായിരുന്നു. വണ്ടി ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാള് പെട്ടെന്ന് ശരിയാക്കി തന്നതായിരിക്കും. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലല്ലോ. ഞങ്ങളക്കാര്യം മെക്കാനിക്കിനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അതെ മാം, സ്കൂട്ടറുമായിട്ട് വന്ന ഗേറ്റിനകത്ത് കയറി പോയതെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ വർക്ക്ഷോപ്പ്? ഞങ്ങൾ ഈ സ്കൂട്ടർ വാങ്ങിയ 2 വീലർ ഷോപ്പിൽ തന്നെയാ വണ്ടി നന്നാക്കാൻ കൊടുത്തത്. അതെ, ഗ്രാൻഡ് യൂസ് 2 വീലർ ഷോപ്പ്. ഗ്രാൻഡ് യൂസ്ഡ് 2 വീലർ ഷോപ്പ്. അവിടുത്തെ മെക്കാനിക്കിന് ഈ ഹോസ്റ്റൽ അറിയാവുന്നതുകൊണ്ട് വണ്ടി ഇവിടെ എത്തിച്ചതായിരിക്കും. വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല മാം. ഇതിൽ വേറെ സംശയിക്കാൻ എന്തിരിക്കുന്നു മാം? മെക്കാനിക്ക് തന്നെയാ സ്കൂട്ടർ കൊണ്ടുവന്നത്. ആ ശരി, സ്കൂട്ടർ എടുത്ത് അകത്ത് വെക്ക്. ഞാൻ പലതും സംശയിച്ചു. ഡോക്ടർക്ക് എന്ത് തോന്നി? നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ചെല്ലട്ടെ. ആ സ്കൂട്ടറിന്റെ കാര്യത്തിലേ എനിക്ക് എന്തോ ഒരു ഡൗട്ട്. അത് ഡൗട്ട് എനിക്ക് മാത്രമാണോ? ഡൗട്ട് നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് നമ്മുടെ റീന മാമിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പായി. പക്ഷെ നമ്മുടെ സംശയം മാറുന്നില്ലല്ലോ. ശരിക്കും സ്കൂട്ടർ കേടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെ ഇവിടെ എത്തി? ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളും ആ സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ടാ അവിടെ ഇട്ടിട്ട് പോകുന്നത്. ആ സ്കൂട്ടർ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതിനെ നമ്മൾ റീന മാമന് മറുപടി കൊടുത്തു. പക്ഷെ നമുക്കതിന് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആരെങ്കിലും ഓടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണോ? പക്ഷെ അതാര്? കേടായ സ്കൂട്ടർ നമുക്ക് ആർക്കും ഓടിക്കാൻ കഴിഞ്ഞില്ല. പിന്നതെങ്ങനെ ആ സ്ഥലത്തുനിന്ന് മറ്റാരെ ഇവിടെ എത്തിക്കുന്നേ? ആ സ്ഥലത്ത് സ്കൂട്ടർ നന്നാക്കാനുള്ള വർക്ക്ഷോപ്പ് ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കേടായ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ എത്തിക്കാനും നന്നാക്കാനും ഒക്കെ അതിൻ്റെതായ സമയം വേണ്ടേ? നമ്മൾ എത്തിയതിന് പിന്നാലെ സ്കൂട്ടർ എങ്ങനെ എത്തി? അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് സ്കൂട്ടർ ഇവിടെ എത്തിയത്